ഇന്നത്തെ താരം ദാ ഈ കാണുന്ന സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ഒരു എംബ്രോയ്ഡറി ആണ്. അപ്പം ഇത് പക്ഷേ ചെയ്യുന്നത് പേപ്പറിലാണെന്ന് മാത്രം. എന്നെപ്പോലെ എംബ്രോയ്ഡറി ചെയ്യാൻ ഇഷ്ടമുള്ളവരും എന്നാൽ അതിനെപ്പറ്റി ABCD അറിഞ്ഞൂടാത്തവർക്കും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ദാ ഈ കാണിക്കുന്ന സംഭവം. അപ്പം ഞാൻ നേരത്തെയും ഇതേപോലെ കുറേ എംബ്രോയ്ഡറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം പേപ്പറിൽ തന്നെ. കാരണം എനിക്ക് തുണിയിൽ ചെയ്യാൻ വലിയ ജ്ഞാനമില്ല. അപ്പോൾ പേപ്പറിലാകുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഇച്ചിരിയും കൂടെ വഴങ്ങി കിട്ടും ഇതേപോലത്തെ സംഭവം. അപ്പം നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളുടെ കയ്യിലുള്ള നൂലെല്ലാം ഞാൻ തട്ടിപ്പറക്കി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇഷ്ടമുള്ള കളറൊക്കെ സെലക്ട് ചെയ്തും ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യമേ ഇല ചെയ്യുന്നുണ്ട്. ദാ നടുക്കുന്നുള്ളൊരു ഹോളിൽ നിന്ന് കയറ്റുക. അതാണ് നമ്മുടെ മെയിൻ താരം. അതിൽ നിന്നാണ് ബാക്കിയുള്ള ഹോളുകളിലേക്ക് പാസ് ചെയ്യണം. മുകളിൽ നിന്നോ താഴെ നിന്നോ ഇഷ്ടമുള്ളത് ചെയ്യുക. ഞാൻ താഴെ നിന്നാണ് ആ നടുക്കത്തെ ഹോളിൽ നിന്ന് ഓരോ ഇലയിലും ഒരു താഴെ ഒരു നടുക്കൊരു ഹോള് കാണും. അതിൽ നിന്ന് ഓപ്പോസിറ്റ് ഉള്ള ഹോളിലോട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ആ നടുക്കത്തെ ഹോളിൽ കയറ്റുക. അതിൻ്റെ തൊട്ടടുത്ത ഹോളിലോട്ട് കയറ്റുക. അങ്ങനെ ഫുള്ള് കയറ്റുക ഇറക്കുക, കയറ്റുക ഇറക്കുക. അപ്പം നമ്മുടെ സംഭവം ഇവിടെ ശരിയായിട്ടുണ്ട്. അങ്ങനെ പച്ചിപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആ ഒരു മഞ്ഞ കളറിൽ നൂലാണ്. മഞ്ഞ അല്ലെങ്കിൽ മസ്റ്റാർഡ് യെല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കളറെടുത്ത് നമ്മൾ ബാക്കി ചെയ്ത് കൊടുക്കുക. ആ ഹോളിൽ കൂടെ കയറ്റുക. നമുക്ക് ഇഷ്ടമുള്ള കണക്ക് വരയ്ക്കാം. തുണിയുടെ കണക്കല്ല, പേപ്പറാകുമ്പം അത് സ്റ്റിഫായിട്ട് അത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്ത് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് പൂവും സെയിം പാറ്റേൺ രീതിയിലാണ് ആ നടുക്കത്തെ മെയിൻ ഹോള് കണ്ടോ, അതിലങ്ങോട്ട് കയറ്റി ആ മുകളിലത്തെ ഹോള് ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുകളിലത്തെ ഹോളിലോട്ടൂടെ കയറ്റി ഇറക്കി. പിന്നീട് തിരിച്ച് നമ്മൾ ബാക്കിൽ നിന്ന് വന്ന് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ഹോളിലോട്ട് കയറ്റി പിന്നീട് ആ മുകളിൻ്റെ അടുത്ത സൈഡിലുള്ള രണ്ടാമത്തെ ഹോളിലോട്ട് കയറ്റി വെക്കുക. വീണ്ടും ഈ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൂ ഇവിടെ സെറ്റായി കഴിയും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഒരു പൂ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്ത് പരിപാടി വേണമെങ്കിലും കാണിക്കാമല്ലോ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാർഡായിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.